തങ്ങൾ അതിർസി അവരുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഈ ദർസിനെയും ഈ പട്ടിനെയും ഒക്കെ കൊണ്ടെടുക്കാൻ വളരെ പാടുപെട്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം സയ്യിദന്മാരുടെ മക്കാമിലാണെങ്കിലും ഇരുമനെ പ്രിയം വെച്ചുകൊണ്ട് ഇവിടെ ഇരുമാളിൽ നടക്കണേ. അപ്പോൾ ഇരുമനെ പ്രിയം വെച്ചുകൊണ്ട് ഇവിടെ സെക്രട്ടറിയായി നിന്ന ആളായിരുന്നു മഹാനവരുകൾ. അവരെ നമുക്ക് മറക്കാൻ വയ്യ. അപ്പോൾ അവർക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ നമ്മൾ ഈ സഭൻ്റെ ഒക്കെ. ഈ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അദ്ദേഹത്തിനും ഈ പള്ളിക്ക് സഹായിച്ചവർക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് സഹായിച്ചവരും എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. മുൻകാലങ്ങളിൽ നമ്മുടെ എല്ലാത്തിനുമായിരുന്ന സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആ ഒരു വിടവ് എല്ലാ കാര്യത്തിലും ഇവിടെ ഉണ്ട്. അല്ലാഹു അവരുടെ ഖബറും സുഖമാക്കി കൊടുക്കട്ടെ. പൊന്നാനി മൗലിദ് എന്ന പരിപാടി വർഷങ്ങളോളമായി നടത്തി വരികയാണ്. ഇതിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ഹൈദരോസ് തങ്ങന്മാരുടെ ആ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ അത് മുതൽക്ക് കഴിഞ്ഞ വർഷം വരെ എല്ലാ മൗലിദ് സദസ്സിലും നമ്മോട് ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് മിമ്പറിൻ്റെ അടുത്ത് എല്ലാം ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്കുള്ള ആഖിറം വെളിച്ചമായി കൊടുക്കുമാറാവട്ടെ. സയ്യിദ് മുഹമ്മദ് തങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട വഫാത്തിൻ്റെ സമയം മറക്കാൻ പറ്റാത്തൊരു മഹാൻ വ്യക്തിത്വമാണെന്നുള്ളത് അള്ളാഹു സ്നേഹിച്ചു. എന്തിൻ്റെ പേരിൽ ഈ ഏത് സമയം നോക്കിയാലും വലിയ ജുമാഅത്ത് പള്ളി, വീട് വിട്ടാൽ ജുമാഅത്ത് പള്ളി. വലിയ രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസിന് KPC നിർവാഹക സമിതി അംഗമാണ് തങ്ങൾ. എന്നിട്ട് പോലും തങ്ങൾ ചെയ്യുന്ന എന്താണ്? ഈ പൊന്നു മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാർ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഇമാമിനെ വിളിച്ചും കൊണ്ട് എൻ്റെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കണം, ഇമാമിനെ പറഞ്ഞ് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. പോരാ, നമ്മൾ തങ്ങളെ മുദരിസിനെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദുആ നിങ്ങൾ നടത്തണം. ഇതൊക്കെ പറഞ്ഞു പിടിച്ച് ഈ ലോകത്ത് നിന്ന് വിടവും സയ്യിദ് മുഹമ്മദ് തങ്ങൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാനവറുകൾ ദർജ അത് ഉയർത്തി കൊടുപ്പാറട്ടെ. എന്താണെന്ന് ഇതിനറിയോ? പൊന്നു മക്കളെ മുത്തഅല്ലിമീങ്ങൾ സ്നേഹിച്ചു, ഉസ്താദുമാർ സ്നേഹിച്ചു. സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ അനുസ്മരണം എടുത്തു പറയേണ്ട ഒന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഒരു പ്രവർത്തകനെ പോലെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന മഹാനവറുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഈ സദസ്സിൻ്റെ സകലമാന സുഹൃതകളും അള്ളാഹു അവരെ പോലെയുള്ള ആളുകളുടെ ഖബറിലേക്ക് ഈ സമയം തന്നെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ.